നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഒരു മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേൽ സർവകലാശാലകളെ തങ്ങളുടെ ലക്ഷ്യങ്ങളാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. സർവകലാശാലകൾ ആക്രമിച്ചത് ശാസ്ത്ര സാംസ്കാരിക അടിത്തറ തകർക്കുവാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ലോകം മറ്റൊരു വൻ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ് ഇതോടെ. കഴിഞ്ഞ ദിവസമാണ് ടെഹ്റാൻ സർവകലാശാല പരിസരത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാണ് വിവരം. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ ഇസ്രയേൽ ചാര സംഘടനകളുടെ കൈകളാണ് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇതിനു പകരമായി അമേരിക്കയിലെയും ഇസ്രായേലിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കുമെന്നും IRGC വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും തിരിച്ചടി വളരെ വേഗത്തിലും മാരകവുമായിരിക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. അമേരിക്കൻ സർവകലാശാലകളെ ലക്ഷ്യം വെക്കുമെന്ന ഭീഷണി ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശക്തിയും അവരുടെ കീഴിലുള്ള വിവിധ സായുധ ഗ്രൂപ്പുകളുടെ ഒരേ സമയം ഇസ്രായേലും US താവളങ്ങൾക്കു നേരെ തിരിഞ്ഞാൽ അത് നിയന്ത്രണാതീതമായ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ ഭീഷണിയെ ഗൗരവമായാണ് കാണുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ആഗോള വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എണ്ണവിലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കിയേക്കാം. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന വാർത്തകൾ ലോകത്തിന്റെ സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇരുവിഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും സംഘർഷം ഒടുങ്ങുന്ന ലക്ഷണമില്ല. കഴിഞ്ഞ ദിവസം ദുബായിലെ 2 US സൈനിക കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. 500-ലധികം US സൈനികർ ഉണ്ടായിരുന്ന കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ട്രംപും US സൈന്യത്തിലെ കമാൻഡർമാരും ഈ പ്രദേശം അമേരിക്കൻ സൈനികരുടെ ശ്മശാനമായി മാറുമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കണമെന്നും ധീരരായ ജനതയുടെയും ഇസ്ലാമിന്റെ പോരാളികളുടെയും ദൈവിക ഇച്ഛാശക്തിക്ക് കീഴടങ്ങാൻ അല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലെന്നും ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വക്താവിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ US ഇസ്രായേൽ സഖ്യത്തെ പിന്തുണയ്ക്കുന്നതിനെതിരെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ ദേശത്തെ വികാസവും സുരക്ഷയും ഉറപ്പാക്കണമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ US-നെയും ഇസ്രായേലിനെയും തങ്ങളുടെ ഭൂമി ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ താക്കീത്. ഇറാൻ മുൻകരുതൽ എടുത്തുള്ള ആക്രമണങ്ങൾ നടത്താറില്ല എന്നും ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയോ സാമ്പത്തിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യമിട്ടാൽ ശക്തമായി തിരിച്ചടിക്കും. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളോടാണ് നിങ്ങൾക്ക് വികസനവും സുരക്ഷയും വേണമെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും യുദ്ധം നടത്താൻ അനുവദിക്കരുതെന്നും തുരത്തുകയും ചെയ്യണമെന്ന് താക്കീത് നൽകിയത്.